കപ്പ് പരിപ്പ് മഞ്ഞളും ഉപ്പും ചേർത്ത് പകുതി വേവിക്കുക. മുരിങ്ങക്കായ, ബീൻസ്, പയർ, ക്യാരറ്റ്, പച്ചക്കായ, ചേന, കോവയ്ക്ക് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. വെണ്ടയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി മുറിച്ച് ഇതിനകത്ത് കൂടെ ഈ വെന്ത പരിപ്പിലേക്ക് ഇട്ട് വേവിക്കുക. വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക. വഴുതിനില്ല, അതുകൊണ്ട് വെണ്ടയ്ക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചൂടാക്കിയെടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഉപ്പ് കുറച്ചുകൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയൊരു കഷ്ണം പുളി കൂടി പിഴിഞ്ഞൊഴിക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. പിന്നെ ഒരു അരമുറി ചെറിയ തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി മാറ്റി വെക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് കറിയിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിക്കുക. അതിനകത്തേക്ക് 2 ചുവന്ന മുളക് വാട്ടിയെടുക്കുക. കറിവേപ്പില എടുത്ത് കൊടുക്കുക. വാട്ടി വെച്ച ചുവന്നുള്ളിയും വെണ്ടയ്ക്കയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി സാമ്പാറായി കേട്ടോ.